ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ അതാ ഒരു സാധനം ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? മനസ്സിലായിട്ടുണ്ടാവും, ചിലർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവൂലേ. അപ്പോൾ ഇതാ ഇത് നമ്മുടെ അമ്മമ്മയുടെ ഒരു സീക്രട്ടാണ് കേട്ടോ. അപ്പോൾ അമ്മമ്മ അതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ അതൊന്ന് ആദ്യം കേട്ട് നോക്കൂ കേട്ടോ. തുളസി, കൃഷ്ണ തുളസിയുടെ ഇല അല്ല, ഏത് ആയാലും വേണ്ടില്ല. പിന്നെ മുരിങ്ങയുടെ ഇല, നിലം വരണ്ട. എവിടുന്ന് കിട്ടുക? അത് അവിടെ ഉണ്ട്. ഇപ്പോ ഈ മഴ പെയ്തപ്പോ അങ്ങനെ കടന്ന് പിടിച്ചിട്ടുണ്ട് തെളിഞ്ഞിട്ട്. ഇവിടെ ഈ അമ്പലത്തിന്റെ അവിടെ ഉണ്ട് നിലവരഞ്ഞിട്ട്. പിന്നെ നിലവര കരുവേപ്പിന്റെ ഇല, കഞ്ഞുണ്ണി, ഇല്ല അത്രയും ചേർത്തിട്ടുള്ള എണ്ണ അല്ലേ? എല്ലാം കൂടിയിട്ട് ഇടിച്ച് അതിന്റെ നീര് കൊണ്ട് പിഴിഞ്ഞെടുക്കും. പിഴിഞ്ഞെടുത്തിട്ട് ഇതൊക്കെ ആവുമ്പോ എണ്ണയിലിടുമ്പോ കൊറേ ചണ്ടി ഉണ്ടാവുമല്ലോ. അപ്പൊ എണ്ണ അത്രയും കുറയല്ലേ. അപ്പൊ ഞാൻ അതിന്റെ നീര് എടുക്കുള്ളൂ. നീര് മാത്രമേ എടുക്കുള്ളൂ അല്ലേ? അങ്ങനെയാണ് എണ്ണ കാച്ചല്ലേ? നോക്കി നോക്കാം. 1.5 കിലോ മേടിച്ചിട്ട് കാച്ചു, ഒരു മാസത്തേക്ക് ഉണ്ടാവും. അപ്പോൾ അമ്മമ്മയുടെ ഈ മുടിയുടെ രഹസ്യം ഈ എണ്ണയാണെന്ന് കേട്ടോ അമ്മമ്മ പറയണത്. അപ്പോൾ ആ എണ്ണയാണ് ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോണത് കേട്ടോ. അപ്പോൾ അമ്മമ്മയുടെ മുടി നിങ്ങൾ പഴയ വീഡിയോയിലൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടാവും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണു. അപ്പോൾ നല്ല നീളമുള്ള മുടിയാണ് കേട്ടോ ആൾക്കുണ്ടായിരുന്നത്. ഇപ്പോൾ കുറേ പോയിട്ടുണ്ട്. അപ്പം ഇനി അത് തേടിയിട്ടുള്ള അതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ തേടിയിട്ടുള്ള യാത്രയിലാണ് കേട്ടോ ഞാൻ. അപ്പോൾ നമ്മുടെ അടുത്തുള്ള പറമ്പിലാണെന്നാണ് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടുക. ഫുള്ളായിട്ടൊന്നും നമ്മുടെ വീട്ടിലില്ല കേട്ടോ. അപ്പോൾ ഈ പറമ്പിലൊക്കെ ആയിട്ടാണ് നമ്മുടെ സാധനങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ അത് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് കൂവളത്തിൻ്റെ ഇല, അതുപോലെ തന്നെ കഞ്ഞുണ്ണി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ നിന്ന് കിട്ടും കേട്ടോ. അപ്പോൾ അതൊക്കെ പൊട്ടിച്ചിട്ട് നമുക്ക് നടക്കാം. അപ്പോൾ ഇനി നമുക്കിത് വേഗം പറിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ കൂവളത്തിൻ്റെ ഇല നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് തുളസിയുടെ ഇലയാണ്. അത് പിന്നെ നമ്മുടെ വീട്ടിൽ സമൃദ്ധമായിട്ട് വളരുന്നുണ്ട്. വീടിൻ്റെ സൈഡിൽ നന്നായിട്ട് തന്നെ ഉണ്ട് കേട്ടോ തുളസിയുടെ ഇല. അപ്പോൾ കൃഷ്ണ തുളസി എന്നൊക്കെയാണ് അമ്മമ്മ പറയണത്. എന്നാലും സാധാ തുളസി ആയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ധാരാളം ഉള്ള കാരണം പിന്നെ പ്രശ്നമില്ല. അപ്പം ഞാൻ പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുരിങ്ങയുടെ ഇലയാണ്. അതും നമ്മുടെ വീട്ടിൽ ഉണ്ട്, ധാരാളമൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യത്തിനൊക്കെ ഉണ്ട്. പക്ഷേ കുറച്ച് മുകളിലായിരുന്നു സംഭവം. എന്നാലും ഞാൻ എങ്ങനെയൊക്കെ ഒടിച്ച് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ കറിവേപ്പിൻ്റെ ഇല, അതും നമ്മുടെ വീട്ടിലുണ്ട്. അതും ധാരാളമൊന്നുമില്ല, എന്നാലും അത്യാവശ്യത്തിനുണ്ട്. അപ്പോൾ പിന്നെ അതും പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് നിലംപറ്റ, നിലവരണ്ട എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. അത് നമ്മുടെ പാടത്തൊക്കെ ഉണ്ടാവും. ഇത് ഞാനിപ്പോൾ അമ്മമ്മയുടെ വീട്ടിൽ നിന്ന് കൊടുന്നതാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കഞ്ഞുണ്ണി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് കുറച്ച് നടന്ന് കുറച്ച് ബുദ്ധിമുട്ടി അത് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നാലും ഫൈനലി അതും കിട്ടിയിട്ടുണ്ട്. ഇനി എല്ലാം കൂടിയിട്ട് ഞാനിതാ ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് വാഷ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. കാരണം പൊടി മണ്ണൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. വാഷ് ചെയ്തിട്ട് ഞാനിതാ വേറൊരു പാത്രത്തിലേക്ക് അത് മാറ്റുന്നുണ്ട്. പിന്നെ അമ്മമ്മ പറയണ പോലെ നമ്മൾ കുത്തി ചതയ്ക്കുക അങ്ങനത്തെ പരിപാടിക്കൊന്നും നിൽക്കണില്ല, അതൊക്കെ റിസ്ക് അല്ലേ. അപ്പോൾ പിന്നെ എനിക്ക് കുറച്ച് മടിയുള്ള കാരണം തന്നെ ഞാൻ പിന്നെ അതൊന്നും ചെയ്യണില്ല, നേരെ മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയാണ്. ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അരയില്ല, സ്വാഭാവികമാണ്. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. എണ്ണ നമ്മൾ ഈ എണ്ണ ഉണ്ടല്ലോ, അതായത് നമ്മൾ കാച്ചാൻ ഉപയോഗിക്കുന്ന എണ്ണ, അതന്നെ ഒഴിച്ചിട്ട് അരച്ചാൽ മതി. ഇനി നമ്മളിതാ ചീനച്ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇളക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം ഫ്ലെയിം ഒന്ന് നന്നായി തിളച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം കുറച്ച് വയ്ക്കുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ. അടി കരിയാണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ പതഞ്ഞ് വരാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ ഒന്നും കൂടി നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. പിന്നെ കുറച്ച് കുരുമുളകിൻ്റെ മണി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ കുറച്ച് ഉലുവയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഉലുവ തണുപ്പാണ്, പക്ഷെ കുരുമുളക് നീരിറക്കത്തിനൊക്കെ നല്ലതാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അതും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഇതാ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാ നമ്മുടെ എണ്ണ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതെങ്ങനെ സെറ്റായി എന്ന് എങ്ങനെ അറിയാം വെച്ചാൽ, എണ്ണ ഇതാ ഇങ്ങനെ തിളച്ചിട്ട് ഈ പതയൊക്കെ മാറിയിട്ട് നന്നായി തെളിഞ്ഞ് വരും, പിന്നെ കളറും ചേഞ്ച് ആവും കേട്ടോ. പിന്നെ നമ്മൾ ചേർത്തിട്ടുള്ള ആ ഒരു പേസ്റ്റ് നന്നായിട്ട് മൊരിഞ്ഞിട്ട് നല്ലൊരു എന്താ പറയുക, പൊടിഞ്ഞു പോണ ഒരു രൂപത്തിലാവും. അപ്പോൾ നമ്മുടെ എണ്ണ സെറ്റായി എന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ എണ്ണ ഇവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് ചൂടാറിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ഇനി നമുക്ക് ഈ എണ്ണ ബോട്ടിലേക്ക് മാറ്റാം കേട്ടോ. ഇനി ധൈര്യമായിട്ട് നമുക്ക് ഈ ഒരു എണ്ണ യൂസ് ചെയ്യാം. നമ്മളും ആദ്യമായിട്ട് തന്നെയാണ് ഇത് ഉപയോഗിക്കണത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് എണ്ണ ഉണ്ടാക്കിയതിൻ്റെ ശേഷം ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.